വെൽക്കം ടു ലേണിനോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കീവേഡ്സ് ആൻഡ് ഐഡൻറ്റിഫയേഴ്സ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കീവേഡ്സ് എന്താണെന്നുള്ളത് നോക്കിയിരുന്നു. സോ കീവേഡ്സിനോടൊപ്പം തന്നെ വരുന്ന ഒരു ടോപ്പിക്കാണ് ഐഡൻറ്റിഫയേഴ്സ്. സോ കീവേഡ്സ് ആൻഡ് ഐഡൻറ്റിഫയേഴ്സ് എന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത്. സോ വാട്ട് ഈസ് എ കീവേഡ്? നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഈ കീവേഡ്സ് എന്നുള്ളത്. സോ കീവേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള വേർഡാണ് ദാറ്റ് ഡിഫൈൻസ് ദ കമ്പൈലർ വാട്ട് ടു ഡു, അല്ലേ? കമ്പൈലറിനോട് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ളൊരു വേർഡാണ് എന്ത്? കീവേഡ്. സോ ഈ കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദേ ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഫോർ റൈറ്റിംഗ് ഇൻസ്ട്രക്ഷൻ ഇൻ എ സി പ്രോഗ്രാമിംഗ്. നമ്മൾ പറഞ്ഞിരുന്നു കമ്പൈൽ ചെയ്യുമ്പോൾ സി ഒരു പ്രൊസീജിയർ ലാംഗ്വേജ് ആയതുകൊണ്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ടാണ് ചെയ്യുക എന്നുള്ളത്. സോ കീവേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഫോർ റൈറ്റിംഗ് ഇൻസ്ട്രക്ഷൻ ഇൻ സി പ്രോഗ്രാം. ഓക്കെ, നമ്മൾ പറഞ്ഞു 32 കീവേഡ്സ് ആണ് ഒരു സി പ്രോഗ്രാമിങ്ങിൽ ഉള്ളത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഓരോ കീവേഡിനും അതിൻ്റേതായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള മീനിങ്സ് ഉണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് ഇൻറ്റ്, ഫ്ലോട്ട്, ഓട്ടോ, സ്ട്രക്ട്, കേസ്, യൂണിയൻ, ഡബിൾ, ലോങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. സോ അതെല്ലാം എന്താണ്? ഈ കീവേഡ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അതൊക്കെ കീവേഡ്സുകളാണ്. ഓക്കെ, സോ ഈ കീവേഡ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ അപ്പർ കേസും ലോവർ കേസും അത്ര തന്നെ സിഗ്നിഫിക്കൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ കീവേഡ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും സ്മോൾ ലെറ്ററിൽ വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. അതാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഈ ഇൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് കീവേഡ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും. സ്മോൾ ലെറ്റർ ഐനും ക്യാപിറ്റൽ ലെറ്റർ ഐനും അതിൻ്റേതായിട്ടുള്ള സിഗ്നിഫിക്കൻസ് നമ്മൾ കീവേഡ്സ് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ഉണ്ട്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഐഡൻറ്റിഫയേഴ്സ് ആണ്. സോ ഐഡൻറ്റിഫയർ എന്താണ്? എന്താണ് ഐഡൻറ്റിഫയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫോർ എക്സാമ്പിൾ പറയുകയാണ്, നമ്മുടെ പേര് നമ്മളെ നോർമലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ പേരെന്ന് പറഞ്ഞല്ലേ. ഓരോരുത്തരെ ഡിനോട്ട് ചെയ്യുന്നത് അവരവരുടെ പേര് വെച്ചിട്ടാണ്. സോ ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് ടു ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്തോ അതാണ് ഐഡൻറ്റിഫയർ. മേ ബി നമ്മളെല്ലാവർക്കും നെയിംസ് ഉണ്ട്, അല്ലേ? നെയിമാണ് നമ്മുടെ ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ വേരിയബിൾസിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ നമ്മൾ വേരിയബിളിൻ്റെ നെയിം കൊടുക്കുകയാണെന്ന് പറയും, അല്ലേ? അതൊരു ഐഡൻറ്റിറ്റിയാണ്. അതായത് നമ്മൾ കമ്പൈലറിന് കൊടുക്കുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ് വേരിയബിൾ നെയിം, അല്ലേ? കീവേഡും വേരിയബിൾ നെയിമും കൂടി ചേരുമ്പോഴാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിഫയർ ആവുന്നത്. സോ കീവേഡ് കൊടുക്കുമ്പോൾ അത് ഏത് ടൈപ്പ് ഓഫ് വേരിയബിൾ ആണെന്ന് നോക്കും. വേരിയബിൾ നെയിം ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അതിനറിയാം ഏത് മെമ്മറിയിലാണ് എവിടെയാണ് ഇത് സ്റ്റോർ ചെയ്യുന്നതെന്നുള്ളത് കമ്പൈലറിന് അറിയാനും പറ്റും. ഓക്കെ, സോ സ്ട്രക്ചേഴ്സ്, അറേസ്, പോയിന്റേഴ്സ് ഒക്കെ പറയുന്നതിനൊക്കെ യൂസറാണ് ആരും എന്ത് കൊടുക്കുന്നത്? ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ നെയിം കൊടുക്കുന്നത്. സോ യൂസർ ഡിഫൈൻഡ് നെയിമാണ് നമ്മൾ ഐഡൻറ്റിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഒരിക്കലും തന്നെ ഒരു കീവേഡ് നമ്മൾ ഐഡൻറ്റിഫയർ ആയിട്ട് യൂസ് ചെയ്യില്ല. ഒരിക്കലും ഒരു കീവേഡ് നമ്മൾ എന്ത് ചെയ്യില്ല? ഒരു വേരിയബിളിൻ്റെ നെയിമായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറില്ല. ഓക്കെ, സോ നമ്മളായിട്ട് കൊടുക്കുന്ന പേരാണ് ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞു. സോ അതിനായിട്ടൊരു സെറ്റ് ഓഫ് റൂൾസ് സി നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ലെറ്റേഴ്സ്, നമ്പേഴ്സ് ആൻഡ് അണ്ടർസ്കോർസ്. ലെറ്റേഴ്സ് ഉണ്ടാവാം, നമ്പേഴ്സ് ഉണ്ടാവാം, അണ്ടർസ്കോർസ് ഉണ്ടാവാം. നോ അതർ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഓർ വൈറ്റ് സ്പേസസ് ആർ അലൗഡ്. ഒരിക്കലും സ്പെഷ്യൽ ക്യാരക്ടേഴ്സോ വൈറ്റ് സ്പേസസോ നമ്മളിതിൽ അലൗ ചെയ്യില്ല. ഓക്കെ, പിന്നെ ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ലെറ്റേഴ്സ് ഓർ അണ്ടർസ്കോർ ആൻഡ് ദെൻ ഫോളോഡ് ബൈ നമ്പേഴ്സ്. നമുക്ക് നമ്പേഴ്സ് കൊടുക്കാൻ പറ്റും, പക്ഷേ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ലെറ്ററോ അല്ലെങ്കിൽ അതിൻ്റെ സൈഡിൽ അണ്ടർസ്കോറോ നമ്മൾ തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം. ഓക്കെ, അതുപോലെ ഐഡൻറ്റിഫയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ 31 ക്യാരക്ടേഴ്സ് വരെ എന്താക്കാം? നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ലോവർ കേസ് എ ടു സെറ്റ് മുതൽ സ്മോൾ കേസ് എ ടു സെറ്റ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി എക്സാമ്പിൾ എന്തൊക്കെയാണ് ഐഡൻറ്റിഫയർ? എക്സാമ്പിൾ സം എന്ന് പറഞ്ഞു, അല്ലേ? സം ഒരു ഐഡൻറ്റിഫയർ ആണ്. ഓക്കെ, നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ഇൻറ്റ് സം എന്നോ അങ്ങനെയൊക്കെ കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് ആവും. ഓക്കെ, ഇൻറ്റ് എ. അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് നെയിം DEPT അണ്ടർസ്കോർ നെയിം എടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, ഇതൊരു എന്താണ്? ഒരു ഐഡൻറ്റിഫയർ ആണ് സം. അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് നെയിം കണ്ടോ? ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോഴും നമ്മൾ ഐഡൻറ്റിഫൈ കൊടുക്കുന്ന സമയത്ത് ലാസ്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നെയിം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഒരു സെമി കോളം കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതുപോലെ സം 12 ഇത് ഐഡൻറ്റിഫയർ ആണ്. ഓക്കെ, അതുപോലെ ഇൻറ്റ് എ. ഇനി ഇവിടെ കണ്ടോ, ഇതിനകത്ത് നമ്മൾ ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്, അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്ലോട്ട് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലോട്ട് ഇസ് എ കീവേഡാണ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? റോങ് ആണ്. ഇതൊരിക്കലും
ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇതും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യില്ല. ഇങ്ങനെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഡോളർ സിമ്പിൾസ് ഒന്നും തന്നെ ആക്സെപ്റ്റ് ചെയ്യില്ല. ഇൻറ്റ് എ എന്നുള്ളത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ എടുക്കാം. ഓക്കെ, സോ ഇതൊക്കെ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ഐഡൻറ്റിഫയർ കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ കൊടുക്കാം, ഇതിൻ്റെ റൂൾസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതെങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുക, എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുക എന്നുള്ളത്, വേരിയബിളും അണ്ടർസ്കോറും അതുപോലെ ഈ ഐഡൻറ്റിഫയേഴ്സൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ പ്രോഗ്രാമിൽ ഡിക്ലെയർ ചെയ്യുക എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.